ഹലോ, നമസ്കാരം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. സ്വന്തമായി വരുമാനം വേണമെന്നും സ്വതന്ത്രമായി പൈസ ചെലവാക്കാൻ കഴിയണമെന്നും ആഗ്രഹിക്കുന്നവരാണല്ലോ പൊതുവെ ഇന്നത്തെ സ്ത്രീകൾ. അങ്ങനെ വീട്ടിലിരുന്ന് സ്വന്തമായി വരുമാനം കണ്ടെത്തുന്ന ഒരാളെ നമുക്കിന്ന് പരിചയപ്പെടാം. ഇത് ജയ ചേച്ചി. ഇത് കണ്ടോ, ഇതെല്ലാം പഴയ തുണികളാണ്. ഉപയോഗിച്ച് പഴകി നമ്മൾ പാഴാക്കി കളയുന്ന തുണികൾ കൊണ്ട് നല്ല ഒന്നാന്തരം ഡോർമാറ്റ് ഉണ്ടാക്കുകയാണ് ജയ ചേച്ചി. ഒരു പ്രത്യേക രീതിയിൽ കട്ട് ചെയ്തിട്ടിരിക്കുന്നതാണ് ഇവയെല്ലാം. ഇനി ഇവയെല്ലാം 3 ലെയറായി എടുത്ത് പിന്നെയാണ് ഡോർമാറ്റ് ഉണ്ടാക്കുന്നത്. ഇതുപോലുള്ള വർക്കുകൾ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വളരെ ഈസിയായി ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണിത്. ഞാനിങ്ങനെ ഉണ്ടാക്കി ഇപ്പം ഒരുപാട് ആവശ്യക്കാരൊക്കെ ഉണ്ട്. പിന്നെ പഴയ തുണി, പഴയ സാരി, ഷോള്, ടോപ്പ്, ബോട്ടം ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ട് ഇത്രയും വീതിക്ക് കട്ട് ചെയ്തെടുത്ത് 3 ലെയറായിട്ട് എടുത്തതിന് ശേഷം മൂന്ന് കളറിൽ 3 ലെയറായിട്ട് എടുത്തിട്ട് നമ്മൾ ഈ കട്ട് ചെയ്തെടുക്കണ ഭാഗം പൊതിഞ്ഞെടുത്ത് വേണം പിന്നി എടുക്കാൻ. നമ്മൾ തലമുടി പിന്നും പോലെ ഇത് 3 കൂടെ കൂട്ടിക്കെട്ടിയതിന് ശേഷം അങ്ങനെ കെട്ടിയതിന് ശേഷം നമ്മൾ ഇതിനെ പിന്നും. ഇങ്ങനെ ഈ തയ്യൽ ഈ കട്ട് ചെയ്ത ഭാഗം അകത്താക്കി ഇങ്ങനെ പിന്നി എടുക്കും. പിന്നി ഒരു മാറ്റിന് ആവശ്യമുള്ള അത്രയും ഒരു സാധാരണ ഒരു ഡോർമാറ്റിന് 8 മീറ്റർ പിന്നി എടുക്കേണ്ടി വരും. അത്രയും തുണി ആവശ്യമായിട്ട് വരും. ഒരു 1.5 സാരി തുണിയൊക്കെ വേണ്ടി വരും. അത് പഴയ തുണിയുണ്ട്. ഇത് ആർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ശരിക്കും ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ ആർക്കും ചെയ്യാൻ പറ്റും. വീട്ടിൽ വെറുതെ ഇരിക്കുന്നവർക്ക് ഞാൻ അടുക്കള ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ സമയം കണ്ടെത്തി. എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ ജോലി ചെയ്യാൻ. അങ്ങനെ ഞാൻ യൂട്യൂബ് നോക്കിയാണ് ഇത് പഠിച്ചത്. അങ്ങനെ ഞാനിത് ഉണ്ടാക്കി ശേഷം എല്ലാവർക്കും ഭയങ്കര അതിശയമാണ് ഇത് ഇത്രയും ഭംഗിയായിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റണത്. എൻ്റെ കയ്യിൽ ഉണ്ടാക്കിയതുണ്ട്. പിന്നെ ആർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അങ്ങനെ പിന്നി എത്ര 8 മീറ്റർ ചിലപ്പോൾ വേണ്ടി വരും, ചിലതിന് 10 മീറ്റർ വേണം. നമ്മൾ മാറ്റ് എത്ര വലുതാവണോ അതനുസരിച്ച്. ഇതിങ്ങനെ കുറച്ച് പിന്നി വരുമ്പോഴേ നമ്മൾ ഇങ്ങനെ പിന്നി പോകുമ്പോൾ ഒരു ബലം കിട്ടൂല. അപ്പൊ ഇതിനൊരു ബലം കിട്ടാൻ വേണ്ടി നമ്മൾ ഈ കാലിൽ ചവിട്ടി പിടിച്ചിട്ട് പിന്നെയോ അല്ലെങ്കിൽ ജനലില് കെട്ടിയിട്ടിട്ട്, അതാകുമ്പോൾ നമുക്ക് ഒരുപാട് സമയം നിൽക്കേണ്ടി വരും. ഏജൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഒരുപാട് സമയം നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ ഇരുന്നാണ് ഇങ്ങനെ കാലിൽ കൊടുത്തിട്ടാണ് പിന്നണം. അപ്പൊ നമ്മൾ പെട്ടെന്ന് പിന്നനുസരിച്ച് നമുക്ക് ഇത് നീക്കി കൊടുക്കാം. നീങ്ങി പോകും. അങ്ങനെ ചെയ്യും. നമ്മൾ വീട്ടമ്മമാർ പൊതുവെ പറയുന്ന പരാതികളിൽ ഒന്നാണ് വീട്ടിലെ ജോലികൾ കഴിഞ്ഞിട്ട് സമയമില്ല എന്നുള്ളത്. അടുക്കളപ്പണി, അലക്ക്, വീട് വൃത്തിയാക്കൽ, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കൽ ഇവയെല്ലാം കഴിഞ്ഞ് സമയം കിട്ടുന്നില്ല. പക്ഷെ നമ്മൾ സ്ത്രീകൾ നമുക്ക് വേണ്ടി കുറച്ച് സമയമെങ്കിലും കണ്ടെത്തണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നമ്മുടെ മനസ്സിന് സന്തോഷം പകരുന്ന, അതായത് എഴുതാൻ കഴിവുള്ളവരാണെങ്കിൽ എഴുതുക, ഇനി വായിക്കാനാണ് താല്പര്യമെങ്കിൽ ധാരാളം പുസ്തകങ്ങൾ വായിക്കുക, പാട്ടുപാടാൻ കഴിവുള്ളവരാണെങ്കിൽ പാടുക, ചിത്രം വരയ്ക്കാൻ കഴിവുള്ളവരാണെങ്കിൽ അങ്ങനെ, ക്രാഫ്റ്റ് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അത് ചെയ്യാം. അങ്ങനെ ഏതിലാണ് നമ്മുടെ താല്പര്യമെന്ന് സ്വയം മനസ്സിലാക്കി അത് നമുക്ക് മനസ്സിന് സന്തോഷം തരുന്നതാണെങ്കിൽ അതിലേക്ക് തിരിയണം. കൂട്ടത്തിലൊരു വരുമാന മാർഗവുമാകും. ഞാൻ അടുക്കള പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം എനിക്ക് വെറുതെ ഇരിക്കണ ഇഷ്ടമില്ല. ഞാൻ ഇങ്ങനെയുള്ള ജോലികൾ എന്തെങ്കിലും
ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഞാൻ തയ്ക്കും, ചുരിദാറ്, ബ്ലൗസ് ഞാൻ തയ്ക്കും. ഹെയർ ബണ്ണുണ്ടാക്കും, ഒരുപാട് ഹെയർ ബണ്ണുണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ മാറ്റ്, ചെറിയ മാറ്റൊക്കെ ആണെങ്കിൽ ഒരു ദിവസം കൊണ്ട് കഴിയും. വലിയ മാറ്റൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ 2 ദിവസം 3 ദിവസമൊക്കെ വേണ്ടി വരും അത് തീർക്കാൻ. അതിനുള്ള സമയം കിട്ടുള്ളൂ. പിന്നെ ഒരുപാട് ആവശ്യക്കാരൊക്കെ ഉണ്ട്, എല്ലാവർക്കും കൊടുക്കാനായിട്ട് ചിലപ്പോൾ പറ്റൂല. മാക്സിമം നോക്കുന്നുണ്ട്, പറ്റും പോലെ ചെയ്യാറുണ്ട്. ഇനി വീട്ടുജോലി കഴിഞ്ഞ് സമയം പോകുന്നില്ല എന്നുള്ളവരാണെങ്കിൽ ആ സമയം പ്രയോജനപ്പെടുത്താനായി ഇതുപോലുള്ള ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്യാവുന്നതാണ്. ചേച്ചിയും വീട്ടിലെ ജോലികളെല്ലാം കഴിഞ്ഞ ശേഷമാണ് ഈ വർക്കുകളിലേക്ക് കടക്കുന്നത്. ഓർഡർ അനുസരിച്ച് ഡോർമാറ്റ് ചെയ്തു കൊടുക്കുക മാത്രമല്ല, താല്പര്യമുള്ളവർക്ക് പഠിപ്പിച്ചും കൊടുക്കുന്നുണ്ട്. ഇത് ചിലവുള്ള ഒരു കാര്യമല്ല. നമ്മളുടെ പഴയ തുണികൾ, കോട്ടൺ തുണികളാണ് ഏറ്റവും നല്ലത്. കോട്ടണിലെ മാറ്റാണ് ഏറ്റവും നമുക്ക് ഉപയോഗിക്കാൻ പറ്റണത്. എന്ന് വെച്ചാൽ ടൈലൊക്കെ ആണെങ്കിൽ ഇത് കോട്ടൺ അല്ലെങ്കിൽ തെന്നും. കോട്ടൺ തുണിയാകുമ്പോൾ അത് ആ മാറ്റ് അങ്ങനെ തന്നെ കിടക്കും. പിന്നെ ഇത് ഒരു എക്സ്പെൻസീവും അല്ല. നമ്മുടെ പഴയ തുണികൾ ആർക്കും ഉപയോഗിക്കാം. ഫാമിലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് 2 പെൺകുട്ടികളാണ്, 2 പേരും മാരീഡാണ്, 2 പേർക്കും കൊച്ചുമക്കളൊക്കെ ഉണ്ട്. പിന്നെ ഹസ്ബൻഡ് ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരുപാട് സമയം ഉണ്ട്. എന്നുവെച്ചാൽ അടുക്കള പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിലോട്ടാണ് എനിക്ക് താല്പര്യം. ഒരു കാര്യമുള്ളത്, കുറച്ച് ക്ഷമയും കുറച്ച് ഐഡിയ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് നന്നായിട്ട് ചെയ്യാൻ പറ്റും, ആർക്കും ചെയ്യാൻ പറ്റും. അതാണ് എൻ്റെ അഭിപ്രായം. നമ്മുടെ വീടുകളിൽ സ്ഥിരമായി തലവേദന ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ് ഉപയോഗശൂന്യമായ പഴയ വസ്ത്രങ്ങൾ കെട്ടിക്കിടക്കുക എന്നുള്ളത്. പുറത്തിത് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ വാങ്ങാൻ തൽപരരായ ആളില്ല. കത്തിച്ച് കളയാമെന്ന് വിചാരിച്ചാൽ അത് വായുമലിനീകരണത്തിനിടയാക്കുന്നു. ഈ സാഹചര്യത്തിൽ ഇത്തരം പഴയ തുണികൾ ഫലപ്രദമായി ഉപയോഗിക്കാനും അതിലൂടെ ഒരു വരുമാന മാർഗം ഉണ്ടാക്കിയെടുക്കാനുമുള്ള സാധ്യതയാണ് ചേച്ചി നമുക്കായി പറഞ്ഞു തരുന്നത്. ഈ മാറ്റിൻ്റെ അവസാനത്തെ പണിയാണ് ഞാൻ ചെയ്യുന്നത്. ഈ മാറ്റ് ഫിനിഷായി മുഴുവനായി. ഇതാണ് മാറ്റ്. ഇതെല്ലാവർക്കും ഇഷ്ടമായാണ്. ഇത് നമ്മുടെ വീട്ടിലെ പാഴ് തുണികളും കുറച്ച് ക്ഷമയും കുറച്ച് കലാബോധവും ഉണ്ടെങ്കിൽ ഇതുപോലെ നല്ലതായിട്ട് മാറ്റുണ്ടാക്കി നമുക്ക് എല്ലാവർക്കും നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് എല്ലാവർക്കും ഉപയോഗിക്കാം. ഇത് എല്ലാവരും ചെയ്തു നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ചെയ്ത മാറ്റുകളാണ് ഇത് ഞാൻ തച്ച കുഷ്യനാണ്. വെറുതെ ഇരുന്നപ്പോ തോന്നി അങ്ങനെ തച്ചതാണ്. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ഹെയർ ബണ്ണ്. ഞാൻ വെറുതെ ഇരിക്കുന്ന സമയത്ത് പാഴ്ത്തുണികളുണ്ട്, പല കളറിൽ ഹെയർ ബണ്ണ് ഉണ്ടാക്കി ഒരുപാട് കൊടുത്തിട്ടുമുണ്ട്. എൻ്റെ കയ്യിലുള്ള കളറിൽ ഉള്ള തുണിയിൽ ഞാൻ മാക്സിമം ചെയ്യും. പിന്നെ ആരെങ്കിലും കളർ തുണി കൊണ്ടുവരികയാണെങ്കിൽ ആ കളറിൽ ചെയ്തു കൊടുക്കും. ഡോർമാറ്റ് ആവശ്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ വിളിക്കാവുന്നതാണ്.